So successfully we have completed our last session. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് എക്കണോമിക് വാല്യൂ ആഡഡ് എന്നൊരു ഏരിയയിലോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ EVA അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ ആഡഡ് എന്നൊരു ഏരിയ നിങ്ങൾ കാണില്ല. ബിക്കോസ് ഇത് ഉള്ളിലാണ്, നമ്മുടെ ഡിവിഷണൽ പെർഫോമൻസ് ഇല്ലേ, ആ ചാപ്റ്ററിൻ്റെ ഉള്ളിലാണ് EVA വരുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, ഇതിൻ്റെ എക്സാം വെയിറ്റേജ് ചെയ്യാൻ പറഞ്ഞുതരാം. 7 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരൽ, പ്ലസ് ചില സമയത്ത് 2 മാർക്കിൻ്റെ MCQ കാണലുണ്ട്. അപ്പോൾ ഈ 7 മാർക്സിന് ഇത് 100% വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡൻ സേ 100, ഐ വുഡ് സേ 90%. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവിഷണൽ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ഇതല്ലാതെ 2-3 ചെറിയ ടോപ്പിക്സും കൂടി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ EVA അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നാ വരില്ല. പക്ഷെ മറ്റേതൊക്കെ വളരെ ചെറുതാണ്, മൈന്യൂട്ടായിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ജനറലി വരൽ EVA ആണ്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഇൻ്റർ ലെവൽ ആൻഡ് യുവർ ഫൈനൽ ലെവൽ ഓൾസോ. ഇതും സത്യം പറഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾക്കിത് എവിടെയൊക്കെ പഠിക്കേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ഇൻ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുണ്ട്, ഫൈനലിലെ CFRൽ പഠിക്കാനുണ്ട്, അതുപോലെ SPMBവിലും പഠിക്കാനുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. ഓർത്തിരിക്കുക, വളരെ എളുപ്പമാണ്, ഇറ്റ്സ് വെരി ലോജിക്കൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് EVA, എന്താണ് ഇതിൻ്റെ ആവശ്യം, എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. EVA is the true economic profit generated by the company over and above its cost of capital. ഒരൊറ്റ സെൻറ്റൻസ് തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. സി, ഒരു കമ്പനി ഒരു കൊല്ലം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനമാകുമ്പോൾ, കൊല്ലം അവസാനമാകുമ്പോൾ P&L വരയ്ക്കുന്നു. P&L സെയിൽസ് ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വോട്ട് എവർ ദ കേസ് മേ ബി, എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും അല്ലേ. ആ പ്രോഫിറ്റാണ് കമ്പനിയുടെ ലാഭം. പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യണം, ബിസിനസ്സുകളൊക്കെ. ഫൈൻ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു 10 കോടി രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഈ 10 കോടി മൊത്തം നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മുടെ കമ്പനിയുടെ എക്സ്പാൻഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 10 കോടി ഉപയോഗിക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല. അതിലൊരു പോർഷൻ മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് കമ്പനിക്ക് മാൻഡേറ്ററി ആയിട്ട് കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കുറച്ച് പേയ്മെൻറ്റ്സ് ഉണ്ട്. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും. അത് ഡയറക്റ്റ് ഇക്വിറ്റി ഹോൾഡേഴ്സിന് ആവണമെന്നില്ല. ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സായി. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുന്ന എല്ലാവരും. ദാറ്റ് മീൻസ് എന്താ പറയുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ലോൺ എടുത്തവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളവരായിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, അവർക്ക് ടാക്സ് കിട്ടാനുണ്ടല്ലോ, അങ്ങനെ ആരും ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് വെച്ചിട്ടേ കമ്പനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഏത്? അപ്പോൾ ഒരു 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണോ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കണം. എന്നിട്ട് ബാക്കിയൊരു എമൗണ്ട് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടേ കമ്പനിക്ക് എക്സ്പാൻഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ EVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് ഓപ്പറേഷൻസിൽ നിന്നും ഒരു 10 കോടി രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി കമ്പനിയുടെ എത്രയുണ്ടെന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ വിളിക്കുന്ന പേരാണ് EVA. അപ്പോൾ ഒന്ന് ആലോചിച്ച്, 10 കോടി കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, കൊടുക്കാനുള്ളവർക്കെല്ലാം 12 കോടി മൊത്തം കൊടുക്കാണ്ടെങ്കിൽ കമ്പനി നെഗറ്റീവ് ബാലൻസിലാണ്. കിട്ടാനുള്ളവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആ കമ്പനി എന്തിലായിരിക്കും? നെഗറ്റീവ് ബാലൻസിലായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് EVA. ബിക്കോസ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എപ്പോഴും എക്സ്പാൻഷനും പുതിയ ഐഡിയാസൊക്കെ മനസ്സിലുള്ളവരെ സംബന്ധിച്ച് എപ്പോഴും ഗ്രോത്ത് വേണം അല്ലേ. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് EVA ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ പേപ്പറിലുള്ള പ്രോഫിറ്റ് മാത്രമല്ല, EVA ഈസ് എ ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഫിറ്റ്. കമ്പനി പ്രോഫിറ്റബിൾ ആണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വളരെ നല്ലൊരു മെക്കാനിസമാണ് EVA. ഓക്കെ, ഇറ്റ് ഈസ് ദ ബാലൻസ് റെസിജ്വൽ ഇൻകം. നമ്മൾ പറഞ്ഞില്ലേ, ബാലൻസ് കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തതിന് ശേഷമുള്ള ബാലൻസ് റെസിജ്വൽ ഇൻകം ആണ് അവൈലബിൾ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ആഫ്റ്റർ ഗിവിംഗ് ഔട്ട് മാൻഡേറ്ററി പേയ്മെൻറ്റ്സ്. കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഉള്ള ബാലൻസ് പേയ്മെൻറ്റിനെ വിളിക്കുക, ബാലൻസ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് EVA. Thus EVA is a true indicator showing the available profit in the hands of the company. കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്നാണ് EVA നമ്മളോട് സൂചിപ്പിക്കുന്നത്. സോ അൺലൈക്ക് നോർമൽ റെസിജ്വൽ ഇൻകം, ഇപ്പോൾ റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? റെസിജ്വൽ ദ ബാലൻസ് ഇൻകം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് EVAയുടെ അത്ര അഡ്വാൻസ്ഡ് അല്ല. അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ ഒരു ലാഭം ഉണ്ടായി. ആ ലാഭം നമ്മൾ അറിയാലോ, അത് റെക്കറിങ് അല്ല, എപ്പോഴും ഉണ്ടാവുന്നതല്ല, ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് വരുന്ന ഇൻകം അല്ല. അപ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റ് ബിസിനസ്സിനെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അത്തരം എക്സ്ട്രാordinary ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തിട്ട് കിട്ടുന്ന ബാലൻസ് ഇൻകമാണ് റെസിജ്വൽ ഇൻകം. പക്ഷേ EVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം എക്സ്ട്രാordinary ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി
കംപ്ലീറ്റ് കറക്റ്റ് ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് വന്ന ഇൻകത്തിൽ നിന്ന് വരുന്ന ട്രൂ ഇൻഡിക്കേറ്ററാണ് EVA. പക്ഷേ റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ട്രഡീഷണൽ മെത്തേഡാണ്. അതിൽ അവരതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇന്ന് കമ്പനിയുടെ ആകെ 50 ലക്ഷം പ്രോഫിറ്റ് ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് ഒരു അസറ്റ് വിറ്റപ്പോൾ ഒരു 5 കോടി രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം 5.5 കോടി രൂപ അവരുടെ പ്രോഫിറ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും റെസിജ്വൽ ഇൻകം മെത്തേഡിലൊക്കെ. അപ്പോൾ EVA എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്താ പറയുക ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തരുന്ന ഒരു ഏരിയയാണ് EVA. സോ അൺലൈക്ക് നോർമൽ റെസിജ്വൽ ഇൻകം, ഇറ്റ് ഇൻക്ലൂഡ്സ് more indicators such as removing extraordinary and non-recurring items in the profit element in order to achieve the true comparable position. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറും അപ്പുറത്തെ ഇയറിലേക്കൊക്കെ ഒരു പുതിയ ഇൻവെസ്റ്ററോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു എക്സ്ട്രാordinary സാധനം വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പറ്റിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ആണ് കാണിച്ചു കൊടുക്കുന്ന അവർ സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യും, നെക്സ്റ്റ് ഇയർ മുതൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ അത് നമുക്ക് ആ ഇയർ മാത്രം ഉണ്ടായതാണ്, അസറ്റ് വിറ്റുകൊണ്ട് ഉണ്ടായതാണ്, അല്ലാണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ വിളിക്കുന്ന പേരാണ് EVA. ഓക്കെ, ഇത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് EVA. അപ്പോൾ EVAൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVA മീൻസ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്നും നമുക്ക് ക്യാപിറ്റൽ തന്നവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അതാണ് ക്യാപിറ്റൽ കോസ്റ്റ് ബാക്ക് ഇൻ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതൊക്കെ കൊടുത്തതിന് ശേഷം വരുന്ന ബാലൻസ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് EVA. ഒന്ന് വായിച്ചടാ. EVA ഈക്വൽ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് വെയ്റ്റഡ് ഏവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് മൊത്തം നമുക്കുള്ള എല്ലാവരും കൊടുക്കാനുള്ളവർക്കെല്ലാം കുറയ്ക്കണ്ടേ. അപ്പോൾ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക. അതാണ് ഈ രണ്ട് സാധനം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ ഉണ്ടാവും അല്ലേ. ആ ക്യാപിറ്റൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ഇക്വിറ്റി ഉണ്ടായിരിക്കാം, റിസർവ് ഉണ്ടായിരിക്കാം. ഇക്വിറ്റി റിസർവ് നമ്മൾ ഇക്വിറ്റിയിൽ തന്നെ പെടുത്താം. പിന്നെ പ്രിഫറൻസ് ആർക്ക് കൊടുക്കാണ്ടായിരിക്കാം, അതുപോലെ ഡിബഞ്ചർ ആർക്ക് കൊടുക്കാണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്കെല്ലാം കൊടുക്കാനുണ്ടാവും ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ്. അപ്പോൾ ചിലർക്ക് 12% ആയിരിക്കാം, ഇവർക്ക് 10% ആയിരിക്കാം, ഇവർക്ക് 9% ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടി നിങ്ങൾ FM-ൽ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം കൂടി നമ്മൾ ആവറേജ് ചെയ്ത് വിളിക്കുന്ന പേരാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഒറ്റ പെർസെൻറ്റേജ് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വെയിറ്റ് കാണാൻ നിങ്ങൾ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു ഇക്വേഷൻ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഇട്ട് ഒരു ടേബിളൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും. വാട്ട് എവർ ദ കേസ് മേ ബി, നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പുതിയ രീതിയിൽ പഠിക്കും. ഒരു ഇക്വേഷനൊക്കെ ഇട്ട് അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കും എങ്ങനെ കാണാമെന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഇക്വേഷനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്നും എന്ത് ചെയ്യാണ് കൊടുക്കാനുള്ളവർക്കെല്ലാം നമ്മളൊരു പെർസെൻറ്റേജ് വെച്ച് കൊടുക്കുകയാണ്, ഒരു കോമൺ പെർസെൻറ്റേജ് വെച്ച്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 10 lakhs ആണെങ്കിൽ അതിന് 12% മൊത്തം ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് EVA. അപ്പോൾ നമുക്ക് ഇതിലാകെ 3 എലമെൻറ്റ് കിട്ടിയാൽ മതി, നമുക്ക് എക്സാമിന് 7 മാർക്സ് സ്കോർ ചെയ്യാം. പ്രോഫിറ്റ് എന്താണെന്ന് കിട്ടണം, ഈ പറഞ്ഞ പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് കിട്ടണം, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടണം. ഈ 3 ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ we can complete the answer and you will get 7 marks for sure. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് EVAയുടെ കോമ്പോസിഷൻ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫൈൻ. സോ ഹൗ ടു കമ്പ്യൂട്ട് ദിസ്, എങ്ങനെ ഇത് കമ്പ്യൂട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. I have written a vague equation here, EVA equal to NOPAT minus WACC into capital employed. അപ്പോൾ ഇതെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന സ്റ്റെപ്പിലൂടെ വേണം അത് ആൻസർ ചെയ്യാൻ. ദെൻ യു വിൽ ഗെറ്റ് ഒരു മാർക്ക് പോലും എന്താ പറയുക നഷ്ടപ്പെടാണ്ട് യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. സോ ഇവയുടെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ EVA ഈക്വൽ ടു NOPAT മൈനസ് WACC into capital employed എന്ന് എഴുതി വെച്ചു. എക്സാമ്പിൾ ഈക്വൽ ടു, ഇവിടെ ആൻസർ ചെയ്തുള്ള സ്പേസ് ആണ്, ആ സ്പേസ് വിട്ടു, താഴെ വർക്കിംഗ് നോട്ട്സ്. നിങ്ങൾ ഇനി വർക്കിംഗ് നോട്ട്സ് എഴുതാൻ പോവാണ്. ഓരോന്നായിട്ട് 3 എലമെൻ്റാണ് കണ്ടുപിടിക്കാനുള്ളത്, NOPAT, WACC, ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ആരടാ NOPAT. സോ വി ആർ ഗോണ ഫൈൻഡ് ഔട്ട് വാട്ട് ഡു യു മീൻ ബൈ NOPAT. NOPAT എന്താ, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റാണ്, പക്ഷെ ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കാൻ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നോ അങ്ങനെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് NOPAT. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇനി ഒരു ചേഞ്ച് വരുത്തേണ്ട. ക്വസ്റ്റ്യനിൽ 2000 ആണ് തന്നിരിക്കുമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ എത്ര എടുത്ത് എഴുതാം, 2000 എടുത്ത് എഴുതാം. പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും അങ്ങനെ ആയിരിക്കില്ല. മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും NOPAT കണ്ടുപിടിക്കാനായിട്ട് ഐദർ ദേ വിൽ ഗീവ് യു EBAT ഓർ ദേ വിൽ ഗീവ് യു PAT.
ഒന്നില്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ഓർ ടാക്സ് വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരും. ഇതിലേതിലും ഒന്നാണ് തരിക. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് NOPAT തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ഇക്വേഷനിലോട്ട് എടുത്ത് എഴുതാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ EBIT എവിടെയാണ് നോക്കുക, അല്ലെങ്കിൽ PAT എവിടെയാണ് നോക്കുക. രണ്ട് രീതിയിലും മൂവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ചില ക്വസ്റ്റ്യൻ EBIT ഉണ്ടാവും, PAT ഉണ്ടാവും, രണ്ടും എടുത്ത് ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. EBIT അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് EBIT അപ്രോച്ച്, ദെൻ നമുക്ക് NOPAT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NOPAT ഈക്വൽ ടു EBIT ഇൻറ്റു 1 - ടാക്സ്. അറിയാലോ? അപ്പോൾ EBIT ഒരു 1000 ആണെങ്കിൽ 1000 ഇൻറ്റു ടാക്സ് ഒരു 30% ആണെങ്കിൽ 1 - 0.3 ഈക്വൽ ടു 1000 ഇൻറ്റു 0.7 വിൽ ഗീവ് യു 700. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ NOPAT കണ്ടുപിടിക്കുക. ഏത് അപ്രോച്ചിലൂടെ? EBIT അപ്രോച്ചിലൂടെ. സിമ്പിളാണ്. EBIT ഇൻറ്റു 1 - ടാക്സ്. EBIT നിന്നും ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NOPAT കിട്ടി. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യനിൽ EBIT അല്ല തന്നിട്ടുണ്ടായിരിക്കുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് കുറച്ചിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഒക്കെ ഓൾറെഡി കുറച്ചിട്ടുണ്ട് അല്ലേ, ടാക്സ് ഒക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എലമെൻറ്റിൽ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരിക PAT ത്രൂ ആണ് നിങ്ങൾ NOPAT കണ്ടുപിടിക്കണമെങ്കിൽ NOPAT വിൽ ബി NOPAT ഈക്വൽ ടു PAT പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ്. മനസ്സിലായോ? സപ്പോസ് PAT ഒരു 1000 ആണ്, ഇൻട്രസ്റ്റ് ഒരു 100 കോടിയാണെങ്കിൽ പ്ലസ് 100 ഇൻറ്റു 1 - 0.3 ഈക്വൽ ടു 1000 പ്ലസ് 70 ഈക്വൽ ടു 1070. സോ ദിസ് ഈസ് ദ PAT അപ്രോച്ച്. ആൻഡ് മുകളിൽ പറഞ്ഞാണ് EBIT അപ്രോച്ച്. രണ്ട് രീതിയിലാണെങ്കിൽ യു വിൽ ഗെറ്റ് സെയിം ആൻസർ. സെയിം ആൻസർ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റി നടത്താം. അപ്പോൾ ചില ക്വസ്റ്റനിൽ EBIT മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ക്വസ്റ്റനിൽ PAT ആയിരിക്കും, ചില ക്വസ്റ്റനിൽ രണ്ടും ഉണ്ടായിരിക്കും. രണ്ട് തന്നാലും ഏതെങ്കിലും എടുത്ത് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് സെയിം ആൻസർ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് അതെടുത്ത് ഡയറക്റ്റ്ലി അങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫൈൻ. സോ ഇതാണ് നിങ്ങൾ NOPAT കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി NOPATയിൽ ഉണ്ടാകുന്ന അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഓപ്പറേറ്റിംഗ്. ദാറ്റ് മീൻസ് നമ്മുടെ ബിസിനസ്സിൽ ഓപ്പറേറ്റിംഗ് ആയുള്ള സാധനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ, നോൺ ഓപ്പറേറ്റിങ്ങോ നോൺ റിക്കറിങ്ങോ ആയ സംഭവങ്ങൾ വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട് സെയിൽസ് 1000, പിന്നെ തന്നിട്ടുണ്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു 700 തന്നിട്ടുണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് സപ്പോസ് ഒരു 100. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാടാ? 100 - 700 - 100, നമ്മുടെ പ്രോഫിറ്റ് 200 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ EBIT 200 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ EBIT 200 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി NOPAT കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് EBIT ഇൻറ്റു 1 - ടാക്സ് ചെയ്യാൻ പോകുന്ന സമയത്താണ് മനസ്സിലായത് ഈ EBIT 200 കിട്ടിയപ്പോൾ അതിൽ രണ്ട് കോസ്റ്റാണ് സെയിൽസിൽ നിന്ന് കുറച്ചിട്ട് പ്രോഫിറ്റിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. ഒന്ന് നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ്, നോർമലി ബിസിനസ്സിൽ ഉണ്ടാകുന്നതാണ്, ബിസിനസ് മാനുഫാക്ചർ ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അസറ്റ് സെയിൽ ചെയ്തപ്പോൾ നഷ്ടമുണ്ടായി. നമ്മുടെ ഫിക്സഡ് അസറ്റ് എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യും ഇല്ല, അത് റിക്കറിങ് അല്ല, ബിസിനസ് ഓപ്പറേഷനോ അല്ല, അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്ന. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ EBIT ഞാൻ റീസ്റ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു EBIT കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ട് എങ്ങനെയായിരിക്കും പുതിയ EBIT കണ്ടുപിടിക്കുക? ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന EBIT അല്ല, പകരം നമ്മൾ സെയിൽസ് 1000 ആണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് 700 ആണ്. ഈ 100 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എക്സ്ട്രോർഡിനറി അല്ലെങ്കിൽ നോൺ റിക്കറിങ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ആയ ഒരു ഐറ്റമാണ്. സോ അതിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ ന്യൂ EBIT ആസ് 300. ആ 300 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ദീസ് ആർ ദ ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് NOPAT. അപ്പോൾ NOPATയിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ EBIT അപ്രോച്ച് എടുക്കുക, അല്ലെങ്കിൽ PAT അപ്രോച്ച് എടുക്കുക. ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ആകെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ആദ്യം പുതിയ ഒരു EBIT കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ. ഓക്കെ, EBIT എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സാധാ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ സെയിൽസിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നു, കോൺട്രിബ്യൂഷൻ കിട്ടുന്നു, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. നമ്മൾ ജനറലി പ്രോഫിറ്റ് എന്നാണ് ഇതിനെ പഠിച്ചേക്കുന്നത്. ഇതിനെ പ്രോഫിറ്റ് എന്നല്ലെങ്കിൽ വിളിക്കുന്ന വേറെ പേരാണ് EBIT. Understood? So nothing much to worry, very simple area. Okay, fine. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആളെ കണ്ടുപിടിച്ചു കേട്ടോ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറയാം, NOPAT മൈനസ് വാക്ക് ഇൻ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. നമ്മൾ ഫസ്റ്റത്തെ ആളെ കണ്ടുപിടിച്ചു NOPAT. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളും, വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ നെക്സ്റ്റ് മൂവ് ഓൺ ടു WACC.
Okay, so our concept number 2 is WACC. സി നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ പ്രോഫിറ്റിൽ നിന്നും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കല്ലേ. അപ്പോൾ കൊടുക്കാൻ പല കാറ്റഗറി ആൾക്കാരുണ്ടാവും. മെയിനായിട്ട് ആരൊക്കെ ഉണ്ടാവുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാവും. മെയിനായിട്ട് 2 ആൾക്കാരുണ്ടാവും. ഈ റയർ സിനാരിയോസിൽ മാത്രം നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ കണ്ട റയർ സിനാരിയോ, അത് ഇൻ്റർവ്യൂ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. ഇൻ കേസ് വന്ന പോലെ റയർ സിനാരിയോസിൽ വേറെ പ്രിഫറൻസ് ഷെയറും കൂടി ഉണ്ടാവും. പ്രിഫറൻസ് ഷെയറും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വാക്കൻ്റ് ഇക്വേഷൻ ഒന്ന് വിപുലീകരിച്ചാൽ മതി. നമുക്ക് നോക്കാം. വാക്കൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കാനുള്ളവർക്ക് പല പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പല പെർസെൻറ്റേജും കൂടി നമ്മുടെ ആൻസറിൽ ഇട്ട് കൊടുത്ത് അതിനെ കണ്ടുപിടിക്കുന്നതിനും പകരം അവർ പറയുകയാണ് എല്ലാത്തിനും കൂടി ആവറേജ് കണ്ടുപിടിച്ചോ, ഇതൊരു ടോട്ടൽ ക്യാപിറ്റലിന് മുകളിൽ അപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് ഇക്വിറ്റിയുടെ മുകളിൽ 10, പ്രിഫറൻസിൻ്റെ മുകളിൽ 12, ലോണിൻ്റെ മുകളിൽ 13. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോ എമൗണ്ട് എടുത്ത് കുറയ്ക്കണ്ടേ. അതിന് പകരം അവർ പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ മൊത്തം ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇതിൻ്റെ പ്രപ്പോർഷൻ ചെയ്തൊരു ഒറ്റ പെർസെൻറ്റേജ് പറഞ്ഞാൽ മതി എന്ന് പറയാം. അതിനെ വിളിക്കുന്ന പേരാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു ടേബിളൊക്കെ മുന്നേ ക്ലാസ്സൊക്കെ കേട്ടവരാണെങ്കിൽ ഒരു ടേബിൾ അപ്രോച്ച് പഠിച്ചിട്ടുണ്ടാവും. യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഇഫ് യു വാണ്ട്. സോ പക്ഷേ ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ദറ്റ് ഇസ് എൻ ഇക്വേഷൻ. ഓക്കെ, ആ സെയിം പ്രപ്പോർഷൻ തന്നെയാണ്, ബട്ട് അതൊരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് എഴുതാം. ഈ WACC ഈക്വൽ ടു, കണ്ടിട്ട് ടെൻഷൻ ആവേണ്ടത്, ദിസ് ഈസ് വെരി സിമ്പിൾ. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു ഇക്വിറ്റി ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ടോട്ടൽ. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ KD. ഇപ്പോൾ ഡെപ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P&Lൻ്റെ ഉള്ളിൽ എഴുതുന്ന സാധനമാണ്. അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് എഴുതുമ്പോൾ അത്രയും ടാക്സ് നമുക്ക് കുറഞ്ഞു കിട്ടില്ല. അപ്പോൾ ടാക്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ KD ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്തിൻ്റെ? വാക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ അതിൽ ആരൊക്കെ ഉണ്ടാ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു ഇക്വിറ്റി ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് പ്ലസ് KD ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു ഡെപ്റ്റ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ഇതിലെ KE 99% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വിറ്റി തന്നിട്ടുണ്ടായിരിക്കും, ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, KD തന്നിട്ടുണ്ടായിരിക്കും, ബാക്കിയെല്ലാം തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ജനറലി KE ആണ് മിണ്ടാതെ നിൽക്കുക. അപ്പോൾ KE അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. സോ നമ്മൾ KE കണ്ടുപിടിക്കേണ്ടി വരും. KE കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? കുറേ മെത്തേഡ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഇവിടെ EVക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം. CAPM മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ? CAPM ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ? RF എന്താ? റിസ്ക് ഫ്രീ റിട്ടേൺ. ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഒക്കെ കൊണ്ടുപോയി കിട്ടുന്ന റിട്ടേൺ വിളിക്കുന്ന പേരാണ് റിസ്ക് ഫ്രീ റിട്ടേൺ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ ലെവലിൽ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഹിൻറ്റ് തരാം. വാട്ട് ഡു യു മീൻ ബൈ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ സങ്കല്പിക്കുക. മാർക്കറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ ആ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഈ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്റ്റോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. മാർക്കറ്റ് 10% മൂവ് ചെയ്തപ്പോൾ സ്റ്റോക്ക് അതേ ലെവലിൽ 10% മൂവ് ചെയ്ത് അതിൻ്റെ അർത്ഥം ബീറ്റ 1 ആണ്. മാർക്കറ്റ് 10% മൂവ് ചെയ്തപ്പോൾ സ്റ്റോക്ക് 20%, 2 ഇരട്ടി മൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബീറ്റ സ്റ്റോക്കിൻ്റെ 2 ആണ്. ഒരു സ്റ്റോക്കും ആ മാർക്കറ്റ് തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ബീറ്റ. അത് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട, ബിക്കോസ് യു ഹാവ് കംപ്ലീറ്റ് സിലബസ് കവറേജ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിനെപ്പറ്റി കവറേജ് നിങ്ങൾക്ക് ഫൈനലിൽ SFM പഠിക്കാനുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട്. നമ്മുടെ ക്വസ്റ്റനിൽ ബീറ്റ ജസ്റ്റ് തന്നിട്ടുണ്ടാവും. സോ ടേക്ക് ഇറ്റ് ഇൻറ്റു RM മൈനസ് RF. RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്ന റിട്ടേൺ, RF നിങ്ങൾക്കറിയാം ഓൾറെഡി ഗവൺമെൻറ് റിട്ടേൺ ആണ്, റിസ്ക് ഇല്ലാതെ കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? KE കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RM മൈനസ് RF അതിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് പ്രീമിയം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ RF തന്നിട്ടുണ്ടാവില്ല, പകരം RM-ഉം റിസ്ക് പ്രീമിയം തന്നിട്ടുണ്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് RF-നെ കണ്ടുപിടിക്കുക? റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇതാണല്ലോ. ഓക്കെ, അതിൽ RM തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് RF അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ അവർ പറയാണ് പ്രീമിയം ഈക്വൽ ടു 9, അതുപോലെ പറയാണ് RM ഈക്വൽ ടു 10 എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് RF-നെ കണ്ടുപിടിക്കുക? നമുക്കറിയാം RM മൈനസ് RF ആണ് 9 അല്ലേ? അതിൽ RM 10 അല്ലേ? അപ്പോൾ 10 മൈനസ് RF ആണ് 9. അപ്പോൾ RF എത്രടാ? RF ഈക്വൽ ടു 10 മൈനസ് 9 ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രീമിയം തന്ന, റിസ്ക് പ്രീമിയം തന്നതിന് ആരെ കണ്ടുപിടിക്കുക? RF-നെ കണ്ടുപിടിക്കുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ.
സോ അപ്പോൾ ഇങ്ങനെയാണ് കെ കണ്ടുപിടിക്കുക. കെയിൽ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുക. CAPM മെത്തേഡിലൂടെ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ CAPM മെത്തേഡ് അപ്ലൈ ചെയ്യണോ വേണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? ക്വസ്റ്റിൽ RF, ബീറ്റ, RM എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോ CAPM മെത്തേഡിലൂടെ തന്നെ കണ്ടുപിടിക്കേണ്ടി. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ടാവുക. ചില സമയത്ത് ഒരു 4-5 ബീറ്റ തരും. 1, 1.1, 1.3, 1.4 എന്നൊക്കെ തരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ ആയിട്ട് നമുക്കതിനൊരു ആൻസർ തരുന്നില്ല. ചിലർ പറയുന്നത് 5 എന്നുണ്ടെങ്കിൽ എല്ലാം ആഡ് ചെയ്ത് 5ൻ്റെ ആവറേജ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് ബീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഹയസ്റ്റ് ബീറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ഒരു 5-6 ബീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ബീറ്റാണ് എടുക്കാൻ. ബാക്കിയുള്ള ബീറ്റേഴ്സിനൊക്കെ ഇഗ്നോർ ചെയ്യുക. ഏറ്റവും ഹയസ്റ്റ് ബീറ്റ് എടുത്ത് അവിടെ കൊണ്ട് ഇക്വേഷനിൽ കൊണ്ട് ഇടുക. അപ്പോൾ RF പ്ലസ് ബീറ്റയിൽ ഏറ്റവും ഹയസ്റ്റ് ബീറ്റയാണ് ക്വസ്റ്റനിൽ ഒന്നിലധികം ബീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടത് കേട്ടോ. സോ നമ്മുടെ വാക്കിൻ്റെ ഇക്വേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? കെ കാണാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഞാനിപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ട് കെ കാണാനൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇൻറ്റു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും അവിടെ? ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ട്ടാ. എല്ലാ റിസർവും സർപ്ലസും ഉണ്ടാവും. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും. ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കണം ഇക്വിറ്റിയിൽ. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് മാത്രം, ഷോർട്ട് ടേം ഡെപ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലോങ് ടേം ഡെപ്റ്റ് ഉണ്ടാവും പ്ലസ് ഡിബഞ്ചേഴ്സ് ഉണ്ടാവും. ദർ വോണ്ട് ബി നത്തിങ് എൽസ്. അണ്ടർസ്റ്റുഡ്? ഇനി KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടം എടുക്കുമ്പോൾ എത്ര രൂപ, എത്ര പെർസെൻറ്റേജ് പലിശ കൊടുക്കണം എന്നുള്ളത്. അത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് 12% ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 12% ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ KD എന്ന് പറഞ്ഞാൽ 12%. ചില സമയത്ത് അവർ പറയും ഇൻട്രസ്റ്റ് 10 രൂപയാണ്, ലോണ് 100 രൂപയാണ്, പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ലോൺ ഇൻറ്റു 100. 10/100 ഇൻറ്റു 100 മീൻസ് 10% ആണ് ആൻസർ വരിക. അപ്പോൾ KD അങ്ങനെ സൈലൻ്റ് ആണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. അണ്ടർസ്റ്റുഡ്? ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു സ്ഥലത്തും ഇതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ടിടണ്ട. ഫോർ എക്സാമ്പിൾ KDയും Kയൊക്കെ പെർസെൻറ്റേജ് അല്ലേ, ഇവിടെ 1% കൊണ്ടിടണ്ട. ഫോർ എക്സാമ്പിൾ K നമുക്കൊരു 8 കിട്ടിയെങ്കിൽ ഇവിടെ 8 ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു ഇക്വിറ്റി ഒരു 10 ആണെങ്കിൽ 10/2 കൂടി കൂട്ടിയപ്പോൾ 20 പ്ലസ് KD ഒരു 6 ആണെങ്കിൽ 6 ഇൻറ്റു 1 - 0.3 ടാക്സ് മാത്രം പോയിന്റിൽ ഇട്ട് കൊടുക്കുക ഇൻറ്റു ഡെപ്റ്റ് ഒരു 10 ആണെങ്കിൽ 10/20. എന്നിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ അറിയണ്ടാവും, എന്നാലും സോൾവ് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് സോൾവ് ചെയ്യാം. 10/20 എത്ര? 0.5 എന്ന് വരും. അപ്പോൾ 8 ഇൻറ്റു 0.5 എന്നിട്ട് അത് കാണാം. ഇനി പ്ലസ് ഇതിനെ സോൾവ് ചെയ്യുക. 6 ഇൻറ്റു 0.7 സോൾവ് ചെയ്യുക. എന്നിട്ട് അതിനെ 10/20 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ലാസ്റ്റ് എന്നിട്ട് ഇതും കൂടി ആഡ് ചെയ്ത് വെക്കുക. അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് ആഡ് ചെയ്ത് കിട്ടുന്നത് സപ്പോസ് ഒരു 20 ആണ് ആൻസർ എങ്കിൽ അതിന് മാത്രം പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക, ആൻസറിന് മാത്രം. അല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയും കൊണ്ട് പെർസെൻറ്റേജ് ഇടേണ്ട. പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് വാക്ക്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ രണ്ടാളെയും കഴിഞ്ഞു. നമ്മൾ ആരൊക്കെ കഴിഞ്ഞിടാ? NOPAT മനസ്സിലാക്കി, നമ്മൾ വാക്കിനെയും മനസ്സിലാക്കി. ഇനി ഒരാളും കൂടി ഉള്ളൂ. എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഒന്നും പറയാനില്ല. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ലോങ് ടേം ബോറോയിങ്സ്. ഇതിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വിളിക്കുക. മൈനസ് എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് പറയുന്നുണ്ടെങ്കിൽ, ബ്രാക്കറ്റിൽ പറയുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് മൈനസ് ചെയ്യാനായിട്ട് മറക്കരുത്. ജനറൽ കേസിൽ ഉണ്ടാവില്ല. റയറായിട്ട് ജനറലി ഇത് 3 മാത്രമാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ചില കേസിൽ ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഹെൽഡ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇതിന് കുറയ്ക്കണം. ബിക്കോസ് അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയല്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. സോ അത് ഈ എമൗണ്ടിന് കുറയ്ക്കണം. ഈ എമൗണ്ടിന് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്ക് കാണുമ്പോൾ ഒന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതിൻ്റെ താഴെ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ടോട്ടൽ തന്നെ എഴുതുക. പകരം നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മൾ എഴുതില്ലേ, അതിൽ നിന്നും ആ എമൗണ്ട് കുറച്ച് ഇത് 3 കൂട്ടിയിട്ട് അത് കുറച്ചിട്ട് വേണം എഴുതാം. അതിൻ്റെ ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് നൗ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഷുഡ് ഫൈൻഡ് ഔട്ട് EVA. സോ ഫൈനലായിട്ട് നമുക്കൊന്നും കൂടി സമ്മറൈസ് ചെയ്യാം. EVA മീൻസ് EVA ഈക്വൽ ടു NOPAT മൈനസ് വാക്ക് ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. നമ്മൾ എഴുതേണ്ട രീതി പറഞ്ഞു 3 ഇങ്ങനെ എഴുതി വയ്ക്കുക. ആൻസറിനുള്ള സ്പേസ് വിടുക. വർക്കിംഗ് നോട്ട് നമ്പർ 1 NOPAT കണ്ടുപിടിക്കുക, വർക്കിംഗ് നോട്ട് നമ്പർ 2 വാക്ക് കണ്ടുപിടിക്കുക, വർക്കിംഗ് നോട്ട് നമ്പർ 3 ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുക, കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. വരാൻ പോകുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൗ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ വെച്ച് കാണാം. It's nothing, it's a piece of cake. You can easily score 7 marks and we'll go. Okay.